السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ബദരി സഹാബാക്കളുടെ ജിക്ർ में ബദരി സഹാബാക്കളുടെ വിവരണത്തിൽ ഇന്ന് ഞാൻ വിവരിക്കുന്ന ആദ്യത്തെ സഹാബിയുടെ പേര് ഹസ്രത്ത് ഉത്ബ ബിൻ മസ്ഊദ് അസല്ലി എന്നാണ്. ഹസ്രത്ത് ഉത്ബ ബിൻ മസ്ഊദ് അസല്ലി, അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബു അബ്ദുള്ള എന്നായിരുന്നു. അദ്ദേഹം ബനു മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. ഹസ്രത്ത് ഉത്ബ ബിൻ മസ്ഊദ് ബനു സുഹ്റ ഗോത്രത്തിന്റെ സഖകക്ഷികളിൽ ഉൾപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് മസ്ഊദ് ബിൻ ഗാഫിൽ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ഉമ്മെ അബ്ദ് ബിന്ത് അബ്ദ് ഉദ്ദ എന്നുമാണ്. ഹസ്രത്ത് അബ്ദുള്ള ബിൻ മസ്ഊദ് അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു. മക്കയിൽ വെച്ച് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചവരിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. ഹബ്ഷയിലേക്കുള്ള രണ്ടാമത്തെ ഹിജ്റത്തിൽ പങ്കെടുത്തവരിൽ അദ്ദേഹവും ഉൾപ്പെട്ടിരുന്നു. ഹസ്രത്ത് ഉത്ബ ബിൻ മസ്ഊദ് അസ്ഹാബെ സുഫയിലെ അംഗമായിരുന്നു. സുഫയെ സംബന്ധിച്ച് അത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവിധ ചരിത്രരേഖകളിൽ നിന്നുള്ള വിശദീകരണം എഴുതിയിട്ടുണ്ട്. എഴുതുന്നു, പള്ളിയുടെ ഒരു മൂലയിൽ ഒരു ഷെഡ് ഉണ്ടാക്കിയിരുന്നു. അതിനെ സുഫ എന്ന് വിളിച്ചിരുന്നത്. അത് ദരിദ്രരായ മുഹാജിരിങ്ങൾക്കുള്ളതായിരുന്നു. അവർക്ക് വീടോ സമ്പത്തോ ഉണ്ടായിരുന്നില്ല. അവർക്ക് യാതൊരു താമസ സൗകര്യവും ഉണ്ടായിരുന്നില്ല. അവർ അവിടെയാണ് താമസിച്ചിരുന്നത്. അവരെ അസ്ഹാബെ സുഫ എന്ന് വിളിച്ചിരുന്നു. അവരുടെ ജോലി എന്നത് രാവും പകലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമീപത്ത് കഴിയുകയും ഇബാദത്തുകൾ നിർവഹിക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണം നടത്തുകയും ചെയ്യുക എന്നതാണ്. അവർക്ക് സ്ഥിരമായ ഒരു വരുമാന മാർഗമുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. എപ്പോഴെല്ലാമാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ വല്ല പാരിതോഷികമോ മറ്റോ വരുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ വല്ലതുമുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരുടെ വിഹിതം തീർച്ചയായും മാറ്റിവെക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ അവിടുന്ന് സ്വയം പട്ടിണി കിടന്നുകൊണ്ട് എന്താണ് വീട്ടിലുള്ളത് അത് അസ്ഹാബെ സുഫയ്ക്ക് കൊടുത്തുവിട്ടിരുന്നു. അൻസാറുകളും കഴിവനുസരിച്ച് അവരെ അതിഥി സൽക്കരിക്കുന്നതിൽ വ്യാപൃതരായിരുന്നു. ഈന്തപ്പഴ കുലകൾ പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ തൂക്കിയിട്ടിരുന്നു. എന്നിരുന്നാലും അവരുടെ അവസ്ഥ വളരെ പ്രയാസത്തിലാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. ചില സന്ദർഭങ്ങളിൽ പട്ടിണി വരെ കിടക്കേണ്ടി വന്നത്. ഇത് പല വർഷങ്ങൾ വരെ നീണ്ടുപോയിരുന്നു. ഏതുവരെ എന്നാൽ
ചിലർ മദീനയിലെ ജനവാസത്തിന്റെ വിശാലത കാരണത്താൽ അവർക്ക് ജോലി ലഭിച്ചിരുന്നു, ഏതെങ്കിലുമൊക്കെ തൊഴിലുകൾ ലഭിച്ചിരുന്നു. ചില ബൈത്തുൽ മാലിൽ നിന്ന് സഹായത്തിനുള്ള സംവിധാനവും ഒരുക്കിയിരുന്നു. മറ്റൊരു സ്ഥലത്ത് ഇവരെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ഇപ്രകാരം ലഭിക്കുന്നു. അവർ പകൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമീപത്ത് ഹാജരാവുകയും ഹദീസുകൾ കേൾക്കുകയും ചെയ്തിരുന്നു. രാത്രി അവർ ഒരു പന്തലിന് കീഴിൽ കിടക്കുകയും ചെയ്തിരുന്നു. അറബി ഭാഷയിൽ പന്തലിന് സുഫ എന്നാണ് പറഞ്ഞിരുന്നത്. അത് കാരണത്താൽ ഈ ആദരണീയരെ അസ്ഹാബെ സുഫ വിളിച്ചിരുന്നു. ചിലരുടെ പക്കൽ പുതപ്പ് അല്ലെങ്കിൽ തലപ്പാവ് ഒരുപോലെ ഒന്നിനോടൊപ്പം മറ്റൊന്ന് ഉണ്ടാകുമായിരുന്നില്ല. തുടവരെ മറയും വിധം പുതപ്പ് കഴുത്തിനോടൊപ്പം കെട്ടിവെച്ചിരുന്നു. വസ്ത്രം മുഴുവൻ മറക്കാനായി ഉണ്ടായിരുന്നില്ല. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ആദരണീയരിൽ ഉൾപ്പെട്ടിരുന്നു. അദ്ദേഹം വിവരിക്കുന്നു, ഞാൻ അസ്ഹാബെ സുഫയിൽപ്പെട്ട 70 വ്യക്തികളെ കണ്ടു. അവരുടെ വസ്ത്രം കാൽമുട്ടുവരെ പോലും എത്തുമായിരുന്നില്ല. വസ്ത്രം ധരിക്കുമ്പോൾ കാൽമുട്ടുവരെ പോലും എത്തുന്നത് പ്രയാസകരമായിരുന്നു. പിന്നീട് പറയുന്നു, വരുമാന മാർഗമെന്നത് അവരിൽ ഒരു സംഘം കാട്ടിൽ നിന്ന് വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവരികയും അത് വിറ്റ് മറ്റ് സഹോദരങ്ങൾക്കായി ആഹാരത്തിനുള്ള ഏർപ്പാട് ചെയ്തിരുന്നു. അധിക അൻസാറുകളും ഈന്തപ്പഴ കുലകൾ വെട്ടിക്കൊണ്ടുവന്ന് പള്ളിയുടെ മേൽക്കൂരയിൽ തൂക്കിയിട്ടിരുന്നു. പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇവരെ മനസ്സിലാക്കിയിരുന്നത് ഇവർ വിഡ്ഢികളായ ആളുകളാണ്, കാരണം യാതൊരു കാര്യവുമില്ലാതെ ഇവിടെ ഇരിക്കുകയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ അനുരക്തരായിരുന്നതിനാൽ അങ്ങയുടെ വീട് വിട്ടുപോകാൻ ഇഷ്ടപ്പെടാത്തവരാണ് എന്നും അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നവരുണ്ട്. കാരണം എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമീപത്ത് വല്ല ഭാഗത്തു നിന്നും സദഖയോ മറ്റോ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അത് അവർക്ക് നൽകിയിരുന്നു. സൽക്കാരത്തിന്റെ വകയായി ആഹാരം എത്തിയാൽ അവരെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. അവരോടൊപ്പം ഇരുന്ന് കഴിച്ചിരുന്നു. അധികവും സംഭവിച്ചിരുന്നത് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരെ മുഹാജിറുകളിലും അൻസാറുകളിലും വീതിച്ചു നൽകിയിരുന്നു. അതായത് കഴിവനുസരിച്ച് എല്ലാ വ്യക്തികളും 1-2 ആളുകളെ വീതം അവരോടൊപ്പം പോവുകയും രാത്രിയിൽ ആഹാരം നൽകുകയും ചെയ്തിരുന്നു. ചില സന്ദർഭങ്ങളിൽ അവരെ അൻസാറുകളെ ഏൽപ്പിച്ചിരുന്നു, മറ്റു ചിലരെ മുഹാജിറുകളെ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ രാത്രിയിലെ ആഹാരം അവർക്ക് നൽകുന്നതിന് വേണ്ടി. ഹദ്റത്ത് സഅദ് ബിൻ ഉആദ് ഒരു സഹാബിയായിരുന്നു. അങ്ങേയറ്റം വിശാല മനസ്സിന് ഉടമയും സമ്പന്നനുമായിരുന്നു. അദ്ദേഹം ചിലപ്പോഴെല്ലാം 80 അതിഥികളെ തന്റെ ഒപ്പം കൊണ്ടുപോയിരുന്നു. രാത്രിയിൽ 80 അതിഥികളെ കൂടെ കൂട്ടി അവർക്ക് ആഹാരം നൽകിയിരുന്നു. അത്ര കഴിവുണ്ടായിരുന്നു. വിവിധ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചില നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ അഹ്ലെ സുഫയുടെ എണ്ണം വിവിധ സമയങ്ങളിൽ വിവിധ സംഖ്യകളിലായിരുന്നു. ചുരുങ്ങിയത് 12 വ്യക്തികൾ. ഇതും പറയപ്പെടുന്നു ഒരു സമയം 300 അംഗങ്ങൾ വരെ സുഫയിൽ താമസിച്ചിരുന്നു എന്ന് മാത്രമല്ല, മറ്റൊരു നിവേദനത്തിൽ ഇവരുടെ മൊത്തം എണ്ണം 600 സഹാബാക്കൾ എന്നും പറയപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അവരോട് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്നു. അവരോടൊപ്പം പള്ളിയിൽ ഇരിക്കുകയും അവരോടൊപ്പം ആഹാരം കഴിക്കുകയും ആളുകളോട് അവരെ ബഹുമാനിക്കുവാനും ആദരവ് നൽകുവാനും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതായത് ഇവർ ചുമ്മാ ഇവിടെ ഇരിക്കുകയാണ്, അതുകൊണ്ട് അവരെ ബഹുമാനിക്കുക വേണ്ട എന്നല്ല, മറിച്ച് അവിടുന്ന് പറഞ്ഞിരുന്നത് ഈ ആളുകൾ എനിക്ക് വേണ്ടിയും എന്റെ വാക്കുകൾ കേൾക്കുന്നതിനും വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ശരിയായ നിലയിൽ അവരെ എല്ലാവരെയും ബഹുമാനിക്കുകയും ആദരവ് നൽകുകയും ചെയ്യേണ്ടതാണ്. ഒരിക്കൽ അസ്ഹാബെ സുഫ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമക്ഷം വന്ന് പരാതി ബോധിപ്പിച്ചു. അതായത് ഈന്തപ്പഴങ്ങൾ ഞങ്ങളുടെ ആമാശയത്തെ എരിച്ചു കളഞ്ഞിരിക്കുന്നു. ഈന്തപ്പഴം മാത്രമാണ് തിന്നാനായി ലഭിച്ചിരുന്നത്, മറ്റൊന്നും തന്നെ കഴിക്കാനായി ലഭിച്ചിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരുടെ പരാതി കേട്ടു. അവിടെ ഹൃദയ സമാധാനത്തിന് വേണ്ടി ഒരു പ്രസംഗം നടത്തി. അതിൽ അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഇത് എന്താണ് പറയുന്നത്? നിങ്ങളുടെ വയറുകളെ ഈന്തപ്പഴങ്ങൾ ജ്വലിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിവില്ലേ, ഈന്തപ്പഴങ്ങൾ തന്നെയാണ് മദീനാവാസികളുടെ ആഹാരം. എന്നാൽ ആളുകൾ നൽകിക്കൊണ്ടാണ് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് നൽകി നാം നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, 1 അല്ലെങ്കിൽ 2 മാസമായി അള്ളാഹുവിന്റെ റസൂലിന്റെ ഭവനത്തിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല.
അതായത് ഞാനും വെള്ളവും ഈന്തപ്പഴവും കഴിച്ചാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. എന്റെ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഈ അസഹാബെ സുഫയിലെ ആളുകൾ വളരെയധികം അനുരക്തരായിരുന്നു. ഈന്തപ്പഴം കഴിക്കുന്നതിനെ കുറിച്ച് പരാതി പറഞ്ഞു. അത് വയറിനെ എരിച്ചിരുന്നു. എന്നാലും അവരുടെ സ്ഥാനം അവശിച്ചില്ല. പരിപൂർണ ആത്മാർത്ഥതയോടെ അവിടെ തന്നെ താമസിച്ചു. ആ വിശപ്പും സഹിച്ച്, അല്ലെങ്കിൽ ഈ ഈന്തപ്പഴവും തിന്ന് എന്തൊന്നാണ് ലഭിക്കുന്നത് അതും കഴിച്ച് ജീവിതം തള്ളി നീക്കി. പിന്നീട് എഴുതുന്നു, ഈ ആദരണീയ ദിനചര്യ ഇതായിരുന്നു. രാത്രിയിൽ പൊതുവിൽ ഇബാദത്തുകൾ നിർവഹിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്നു. അവർക്കായി ഒരു അധ്യാപകനെ നിയമിച്ചിരുന്നു. രാത്രിയിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഇവർ പഠിച്ചിരുന്നു. വായിക്കാൻ അറിയാത്തവരും വിശുദ്ധ ഖുർആൻ ശരിയായ നിലയിൽ പാരായണം അറിയാത്തവർ അല്ലെങ്കിൽ മനഃപ്പാഠം പഠിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് ഒരു മുഅല്ലിം അവരെ രാത്രിയിൽ പഠിപ്പിച്ചിരുന്നു. ഈ കാരണത്താൽ അവരിൽ അധിക പേരും ഖാരി എന്നും അറിയപ്പെട്ടിരുന്നു. ഇസ്ലാമിന്റെ പ്രചാരണത്തിനായി എവിടെയെങ്കിലും ആരെങ്കിലും അയക്കേണ്ടതായി വന്നാൽ ഇവർ അയച്ചിരുന്നത്. ഇവർ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെ ഖാരി എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനായി ഇവരെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ സഹാബാക്കളിൽ നിന്നുള്ളവരെ വലിയ വലിയ സ്ഥാനത്തും നിയമിച്ചിരുന്നു. അതായത് ഈ അസഹാബെ സുഫയിൽ ഉൾപ്പെട്ടവർ അവിടെ തന്നെ കാലങ്ങളോളം ഇരിക്കുകയായിരുന്നില്ല. പിന്നീട് വലിയ പദവികളിൽ നിയമിതരായി. അങ്ങനെ ഹസ്രത്ത് അബൂ ഹുറൈറ ഹസ്രത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലത്ത് ബഹ്റൈന്റെ ഗവർണറായിരുന്നു. ഹസ്രത്ത് മുആവിയയുടെ കാലത്ത് മദീനയുടെ ഗവർണറായിരുന്നു. ഹസ്രത്ത് സഅദ് ബിൻ അബി വഖാസ് ബസ്രയുടെ ഗവർണറായിരുന്നു. കൂഫ പട്ടണത്തിന്റെ അടിത്തറ പാകിയത് അദ്ദേഹമായിരുന്നു. ഹസ്രത്ത് സൽമാൻ ഫാരിസി മദായിന്റെ ഗവർണറായിരുന്നു. അമ്മാർ ബിൻ യാസിർ കൂഫയുടെ ഗവർണറായിരുന്നു. ഇവരെല്ലാവരും അസ്ഹാബെ സൂഫയിൽ ഉൾപ്പെട്ടവരാണ്. ഹസ്രത്ത് ഉബാദ ബിൻ ജറാഹ് ഫലസ്തീന്റെ ഗവർണറായിരുന്നു. ഹസ്രത്ത് അനസ് ബിൻ മാലിക് ഹസ്രത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിൽ മദീനയുടെ ഗവർണറായിരുന്നു. അതിൽ സൈനാധിപന്മാരുമുണ്ടായിരുന്നു. അവർ ഇസ്ലാമിക വിജയത്തിനായി അതിമഹത്തായ കർത്തവ്യങ്ങളാണ് നിർവഹിച്ചിരുന്നത്. ഹസ്രത്ത് സെയ്ദ് ബിൻ സാബിത്ത് സൈനാധിപൻ മാത്രമായിരുന്നില്ല. ഹസ്രത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലത്ത് കാസിൽ ഖുസ എന്ന സ്ഥാനവും അലങ്കരിച്ചിരുന്നു. ഹസ്രത്ത് അബൂ സയ്യിദ് ഖുദരി നിവേദനം ചെയ്യുന്നു, ഞാൻ ഈ ദരിദ്രരായ മുഹാജിരിങ്ങളുടെ ജമാഅത്തിൽ പോയിരുന്നു. അതായത് ഈ അസ്ഹാബെ സുഫയുടെ ജമാഅത്തിൽ അർദ്ധ നഗ്നരായ അവസ്ഥയിൽ പരസ്പരം അവരുടെ ശരീരം മറച്ചു പിടിച്ചിരുന്നു. ഏകദേശം പകുതി ശരീരഭാഗം വെളിയിൽ കാണാമായിരുന്നു. വളരെ പ്രയാസപ്പെട്ട് ഈ നഗ്നത മറക്കുന്ന പരിസ്ഥിതിയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങളിൽ നിന്നൊരു ഖാരി ഖുർആൻ പാരായണം ചെയ്തിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നപ്പോൾ ഖാരി പാരായണം നിർത്തി. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഞങ്ങൾ പറഞ്ഞു, ഈ ഖാരി ഞങ്ങളെ തിലാവത്ത് കേൾപ്പിക്കുകയായിരുന്നു. ഞങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ സ്തുതി അള്ളാഹുവിനാകുന്നു. അവൻ എന്റെ സമുദായത്തിൽ ഇത്തരം ആളുകളെ നൽകുകയും അവരോടൊപ്പം സഹനം കൈക്കൊള്ളാൻ എന്നോട് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതുപോലെ ഇവർ ക്ഷമ കാണിക്കുന്നു അതുപോലെ തന്നെ നീ ക്ഷമ കാണിക്കുക. ഈ കൽപ്പനയാണുള്ളത്. നിവേദകൻ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഞങ്ങളുടെ ഇടയിൽ ഇരുന്നു. തന്റെ വ്യക്തിത്വത്തെയും ഞങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിനായി ഞങ്ങളോട് കൂട്ടം കൂടിയിരിക്കാൻ തന്റെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അതായത് വട്ടത്തിലിരുന്നു. അങ്ങനെ എല്ലാവരും അങ്ങേക്ക് അഭിമുഖമായിരുന്നു. നിവേദകൻ പറയുന്നു, ഞാൻ വിചാരിച്ചിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അല്ലാതെ മറ്റാരെയും തിരിച്ചറിഞ്ഞില്ല എന്നാണ്. അതായത് നിവേദകൻ പറയുന്നു, തന്നെ അല്ലാതെ മറ്റാരെയും തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്രയും അധികം ആളുകൾ ഉണ്ടായിരുന്നു. പറയുന്നു, അല്ലയോ കഷ്ടത അനുഭവിക്കുന്ന മുഹാജിരീങ്ങളുടെ സംഘമേ, നിങ്ങൾക്ക് സന്തോഷ വാർത്ത. അന്ത്യനാളിൽ നിങ്ങൾ പരിപൂർണ പ്രകാശത്തോടൊപ്പം ധനിക ആളുകളുടെ പകുതി ദിനത്തിന് മുമ്പായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ആ പകുതി ദിനം എന്നത് 500 വർഷങ്ങളാകുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന് ഒരു ഇൽഹാം ഉണ്ടായി. അതിൽ അസ്ഹാബെ സുഫയെ കുറിച്ച് പറയും. അറബിയിലാണ് ഇൽഹാം. അസ്ഹാബു സുഫ വമാ അദ്റാക മാ അസ്ഹാബു സുഫ.
ترى أعينهم تفيض من الدمع يصلون عليك ربنا إننا سمعنا مناديا ينادي للإيمان وداعيا إلى الله وسراجا منيرا. സൂഫയിൽ താമസിക്കുന്നവർ, നിനക്ക് എന്തറിയാം സൂഫയിൽ താമസിക്കുന്നവർ ആരാണെന്ന്? നീ അവരുടെ നേത്രങ്ങളിൽ നിന്ന് അശ്രുകണങ്ങൾ പൊലിയുന്നത് കാണുന്നതാണ്. നിന്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നവരാണ്, പറയുന്നതാണ്, അല്ലയോ ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഈമാനിലേക്ക് വിളിക്കുന്ന ഒരു വിളിയാളുടെ വിളി കേട്ടു. ഇത് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് തന്റെ ചില അനുയായികളെ സംബന്ധിച്ചുണ്ടായതാണ്. അതായത് അദ്ദേഹത്തിനും അത്തരത്തിലുള്ള ആളുകളെ ലഭിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കഴിഞ്ഞു കടന്ന അസ്ഹാബെ സുഫ വലിയ മഹനീയ സ്ഥാനം അലങ്കരിച്ചവരാണ്, വിശ്വാസത്തിൽ ദൃഢത നേടിയവരാണ്. അവർ കാണിച്ച ആത്മാർത്ഥതയുടെയും കൂറിന്റെയും മാതൃക ഒരു ദൃഷ്ടാന്തമാകുന്നു. അള്ളാഹു എനിക്കും അത്തരം ചില ആളുകളെ നൽകുന്നതാണെന്ന് അറിയിച്ചിരിക്കുന്നു. സഹീഹ് ബുഖാരിയിൽ ഹദ്റത്ത് ഉത്ബ ബിൻ മസ്ഊദിനെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബാക്കൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ സഹാബാക്കളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട മറ്റ് ഗ്രന്ഥങ്ങളിൽ അസദുൽ ഗാബ ഫി മഅരിഫത്തുസ് സഹാബ, അസ്സഹാബ ഫി തമീസുസ് സഹാബ, അൽ ഇസ്തിആബ് ഫിൽ മഅരിഫത്തുൽ അസ്ഹാബ, തബഖാത്തുൽ കുബ്ര മുതലായവയിൽ ഇദ്ദേഹത്തെ ഉഹദ് യുദ്ധവും അതിനുശേഷം യുദ്ധങ്ങളിലും പങ്കെടുത്തിരുന്നുവെന്ന വിവരം ലഭിക്കുന്നുണ്ട്. എന്നാൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതായി പറയുന്നില്ല. എന്നാൽ ബുഖാരിയിൽ ഹദ്റത്ത് ഉത്ബ ബിൻ മസ്ഊദിന്റെ വിവരണം ബദരി സഹാബകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഹദ്റത്ത് ഉത്ബ ബിൻ മസ്ഊദ് ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ 23 ഹിജ്രിയിൽ മദീനയിൽ വെച്ച് വഫാത്തായി. ഹദ്റത്ത് ഉമർ അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരം നിർവഹിച്ചു. കാസിം ബിൻ അബ്ദുറഹ്മാൻ ചെയ്യുന്നു. ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബ് ഹദ്റത്ത് ഉത്ബ ബിൻ മസ്ഊദിന്റെ ജനാസ നമസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ മാതാവ് ഹദ്റത്ത് ഉമ്മ അബ്ദും പങ്കെടുക്കുന്നതിന് വേണ്ടി കാത്തുനിന്നു. ഇമാം സുഹരി വിവരിക്കുന്നു, ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസ്ഊദ് സ്വബത്തിന്റെയും ഹിജ്റത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്റെ സഹോദരൻ ഹദ്റത്ത് ഉത്ബയേക്കാൾ അധികം പഴക്കം ചെന്ന ആളായിരുന്നില്ല. അബ്ദുല്ല, അതായത് ഹദ്റത്ത് ഉത്ബ ബിൻ മസ്ഊദ് വളരെ പഴക്കം ചെന്ന സഹാബിയായിരുന്നു. അബ്ദുല്ല ബിൻ ഉത്ബ നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് ഉത്ബ ബിൻ മസ്ഊദ് വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുല്ല ബിൻ മസ്ഊദിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. ചില ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കരയുകയാണോ? അദ്ദേഹം മറുപടി നൽകി, ഇത് എന്റെ സഹോദരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് എനിക്ക് കൂട്ടായിരുന്നു. ഹദ്റത്ത് ഉമർ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു ഇദ്ദേഹം. മറ്റൊരു നിവേദനം വരുന്നു, ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസ്ഊദിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ സഹോദരൻ ഹദ്റത്ത് ഉത്ബ ബിൻ മസ്ഊദിന്റെ മരണവാർത്ത എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദിഹി റഹ്മത്തുൻ ജഅലഹ അല്ലാഹു ലാ യംലികുഹാ ആദം. തീർച്ചയായും ഇത് റഹ്മത്താകുന്നു, ഇത് അല്ലാഹുവാണ് സൃഷ്ടിച്ചത്. ആദം സന്തതിക്ക് അതിനെ അടക്കി വെക്കുവാൻ സാധിക്കുകയില്ല. അതായത് മരണം സത്യമാണ്, എന്നാൽ നന്മ നിറഞ്ഞവർക്ക് അത് കാരുണ്യമാകുന്നു. മറ്റൊരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹദ്റത്ത് ഉമർ ഹദ്റത്ത് ഉത്ബ ബിൻ മസ്ഊദിനെ പ്രാദേശിക അമീറായി നിയമിക്കാറുണ്ടായിരുന്നു. അടുത്തതായി വിവരിക്കുന്ന സഹാബിയുടെ പേര് ഉബാദ ബിൻ സാമിത് എന്നാണ്. അദ്ദേഹം അൻസാരിയായിരുന്നു. ഹദ്റത്ത് ഉബാദയുടെ പിതാവിന്റെ പേര് സാമിത് ബിൻ ഖൈസ് എന്നും മാതാവിന്റെ പേര് ഖുറത്തുൽ ഐൻ ബിൻത് ഉബാദ എന്നുമായിരുന്നു. 1-2 ബൈഅത്തെ അഖബയിൽ അദ്ദേഹം പങ്കെടുത്തു. അൻസാർ ഗോത്രമായിരുന്ന ഖസ്റജിലെ കുടുംബം ബനു ഔഫ് ബിൻ ഖസ്റജിന്റെ നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം കവാക്കിൽ എന്ന പേരിൽ പ്രസിദ്ധനായിരുന്നു. കവാക്കിൽ എന്ന പേരിന് കാരണം മദീനയിലെ വല്ല നേതാവിന്റെ അടുക്കൽ ആരെങ്കിലും അഭയം തേടി വന്നാൽ അയാളോട് പറയപ്പെടുന്നതാണ്, ആ പർവ്വതത്തിൽ നിന്റെ ഇഷ്ടമനുസരിച്ച് കയറിക്കൊള്ളുക, ഇനി നീ സുരക്ഷിതനാണ്. അതായത് നിനക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ല, നിന്റെ ഇഷ്ടമനുസരിച്ച് താമസിച്ചുകൊള്ളുക.
നീ വിശാലത അനുഭവിച്ചുകൊണ്ട് മടങ്ങിപ്പോകുക. നീ ഇനി യാതൊന്നിനെയും ഭയക്കേണ്ടതില്ല. ഇവർ അഭയം നൽകുന്ന ആളുകളായിരുന്നു. അങ്ങനെ കവാക്കില എന്ന പേരിൽ പ്രസിദ്ധരായിരുന്നു. ഇബ്നു ഹിഷാം പറയുന്നു, അത്തരം നേതാവ് ആർക്കെങ്കിലും അഭയം നൽകുന്നതായാൽ ഒരു അമ്പ് നൽകിക്കൊണ്ട് പറയും, ഈ അമ്പുമായി നിനക്ക് ഇഷ്ടമുള്ള പ്രദേശത്തേക്ക് പോയിക്കൊള്ളുക. ഹസ്രത്ത് നുഅ്മാന്റെ പിതാമഹൻ സഅലബ ബിൻ ദാദിനെ കൗക്കൽ എന്നാണ് വിളിച്ചിരുന്നത്. അതേപ്രകാരം ഖദർജിന്റെ നേതാവ് അനാം ബിൻ ഔഫിനെയും കൗക്കൽ എന്ന് വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ഹസ്രത്ത് സഅദ് ബിൻ ഉബാദയും കൗക്കൽ എന്ന സ്ഥാനപ്പേരിൽ പ്രസിദ്ധനായിരുന്നു. ബനു സാലിം, ബനു ഗനം, ബനു ഗൌഫ് ഖദർജിന്റെയും കവാക്കല എന്നാണ് പറയപ്പെട്ടിരുന്നത്. ബനു ഔഫിന്റെ നേതാവ് ഹസ്രത്ത് ഉബാദ ബിൻ സാബിത്ത് ആയിരുന്നു. ഹസ്രത്ത് ഉബാദയുടെ ഒരു മകന്റെ പേര് വലീദ് എന്നും ആ കുട്ടിയുടെ മാതാവിന്റെ പേര് ജമീല ബിൻത് അബു സഅ എന്നുമായിരുന്നു. രണ്ടാമത്തെ മകന്റെ പേര് മുഹമ്മദ് എന്നും ആ കുട്ടിയുടെ മാതാവിന്റെ പേര് ഹസ്രത്ത് ഉമ്മെ ഹറം ബിൻത് മൽഹാൻ എന്നുമായിരുന്നു. ഹസ്രത്ത് ഔസ് ബിൻ സാമിദ് ഹസ്രത്ത് ഉബാദയുടെ സഹോദരനായിരുന്നു. ഹസ്രത്ത് ഔസ് ബദരി സഹാബിയായിരുന്നു. ഹസ്രത്ത് അബു മുർസദ് ഗൻവി ഹിജ്റത്ത് ചെയ്ത് മദീനയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഉബാദയുമായി അദ്ദേഹത്തിന്റെ സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു. ഹസ്രത്ത് ഉബാദ ബദർ, ഖന്തഖ് ഉൾപ്പെടെ എല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം പങ്കെടുത്തു. ഹസ്രത്ത് ഉബാദ 34 ഹിജ്രിയിൽ റംല ഫലസ്തീനിൽ വെച്ച് വഫാത്തായി. ഇവരുടെ അഭിപ്രായ പ്രകാരം ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് വഫാത്തായി എന്നും പറയപ്പെടുന്നു. അവിടെ മറവ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഖബർ ഇന്നും പ്രസിദ്ധമാണ്. ഒരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹസ്രത്ത് ഉബാദയുടെ വഫാത്ത് ഖബറസിൽ വെച്ചാണ് സംഭവിച്ചത്. അദ്ദേഹത്തെ ഹസ്രത്ത് ഉമർ അതിന്റെ മേൽനോട്ടക്കാരനായി അയച്ചതായിരുന്നു. വഫാത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന് 72 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉയരം കൂടിയതും ശരീരം തടിച്ചതും വളരെ ഭംഗിയുള്ളതുമായിരുന്നു. ചിലരുടെ അഭിപ്രായ പ്രകാരം അദ്ദേഹത്തിന്റെ വഫാത്ത് 45 ഹിജ്രിയിൽ ഹസ്രത്ത് അമീർ മുആവിയയാണ് സംഭവിച്ചത്. എന്നാൽ ആദ്യത്തെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായത്. അദ്ദേഹത്തിന്റെ വഫാത്ത് അതിൽ 34 ഹിജ്രി ഫലസ്തീനിൽ വെച്ച് സംഭവിച്ചതായി പറയുന്നു. അതല്ലാതെ 45 ഹിജ്രിയിലല്ല സംഭവിച്ചത്. ഹസ്രത്ത് ഉബാദ ബിൻ സാബിത്തിന്റെ നിവേദനങ്ങളുടെ എണ്ണം 181 വരെ എത്തി നിൽക്കുന്നു. വിവിധ നിവേദനങ്ങളുടെ ഹദീസുകൾ അദ്ദേഹത്താണ്. അത് നിവേദനം ചെയ്യുന്നത് മുതിർന്ന സഹാബാക്കളും താബിഈനുകളുമാണ്. സഹാബാക്കളിൽ വെച്ച് ഹസ്രത്ത് അനസ് ബിൻ മാലിക്, ഹസ്രത്ത് ജാബിർ ബിൻ അബ്ദുള്ള, ഹസ്രത്ത് മഖ്ദാം ബിൻ കറബ് എന്നിവർ പെടുന്നു. ഹസ്രത്ത് ഉബാദ ബിൻ സാമിത്തിന്റെ ഒരു വിവരണം നിവേദകൻ വിവരിക്കുന്നു. ഹസ്രത്ത് ഉബാദ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അഖബയുടെ രാത്രി നേതാക്കളിൽ ഇദ്ദേഹവും ഒരു നേതാവായിരുന്നു. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും സഹാബാക്കളുടെ ഒരു സംഘം ഉണ്ടായിരുന്നു. അവിടുന്ന് പറഞ്ഞു, ഈ കാര്യത്തിൽ എനിക്ക് ബൈഅത്ത് ചെയ്യുക. ഒരു വസ്തുവിനെയും അള്ളാഹുവും പങ്കുചേർക്കുകയില്ല, മോഷ്ടിക്കുകയുമില്ല, സന്താനങ്ങളെ കൊല ചെയ്യുകയുമില്ല, മനഃപൂർവ്വം ആരുടെ മേലും കറ്റുകെട്ട് ചുമത്തുകയില്ല, മഅറൂഫായ കാര്യത്തിൽ നിങ്ങൾ അനുസരണക്കേട് കാണിക്കരുത്. അങ്ങനെ നിങ്ങളിൽ നിന്ന് ആരെല്ലാമാണ് ഈ പ്രതിജ്ഞ പൂർത്തിയാക്കുന്നത് അവർക്കുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി ആരെങ്കിലും ആ പാപങ്ങളിലെ വല്ല പാപം ചെയ്യുന്നതായാൽ അവൻ ഈ ലോകത്ത് ശിക്ഷ ലഭിക്കുന്നതായാൽ ആ ശിക്ഷ പാപം ചെയ്തവനുള്ള പാപപരമായിരിക്കും. പിന്നീട് അള്ളാഹു അതിനെ മറച്ചു വെക്കുന്നതായാൽ അവന്റെ കാര്യങ്ങൾ അള്ളാഹുവിനുള്ളത്. അവൻ ഇച്ഛിക്കുന്നതായാൽ പുറത്തു നൽകുന്നതാണ്, അല്ലെങ്കിൽ ശിക്ഷ നൽകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഈ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ ബൈഅത്ത് ചെയ്തു. ഇത് ബുഖാരിയുടെ നിവേദനമാണ്. മദീനയിലേക്കുള്ള ഹിജ്റത്തിന്റെ സമയം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബൈൽ ജുമാ നമസ്കാരം നിർവഹിച്ചു. ജുമാ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മദീനയിലേക്ക് പോകുന്നതിനായി ഒട്ടകപ്പുറത്ത് കയറി. അവിടുന്ന് തന്റെ കയറ് അയച്ചു വിട്ടപ്പോൾ
അതിന് യാതൊരു അനക്കവും നൽകാതിരുന്നപ്പോൾ ഒട്ടകം ഇടതും വലത്തും മാറി മാറി നോക്കി ഏത് ഭാഗത്തേക്ക് ഏത് വശത്തേക്ക് വേണമെന്ന് സ്വയം തീരുമാനിക്കുന്നതായി തോന്നി. അതും നോക്കി നിന്നു മുന്നോട്ട് പോയില്ല, വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും നോക്കി നിന്നു. അത് കണ്ടപ്പോൾ ബനു സാലിമിലെ ആളുകൾ, അതായത് ഏതൊരു പ്രദേശത്താണ് ജുമ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരാഞ്ഞു. അവരിൽ ഉത്ബ ബിൻ മാലിക്കും നൗഫൽ ബിൻ അബ്ദുല്ല ബിൻ മാലിക്കും ഉബാദ ബിൻ സാമിത്തും ഉണ്ടായിരുന്നു. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളുടെ അടുത്ത് താമസിച്ചാലും ഇവിടെ, അതായത് ആ പ്രദേശത്ത് ആളുകളുടെ എണ്ണം കൂടുതലാണ്, ആദരവും സുരക്ഷയും നല്ലതുപോലെ ഉണ്ടാകും. ഞങ്ങൾ അങ്ങയെ നല്ലതുപോലെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ അധികവും മുസ്ലിങ്ങളുമാണ്. മറ്റൊരു നിവേദനത്തിൽ ഈ വാക്കുകൂടി വരുന്നു, ഇവിടെ സമ്പത്തും സമൃദ്ധിയുമുണ്ട്, ഞങ്ങൾ വലിയ വിശാല മനസ്കരാണ്, അതുപോലെ ധാരാളം ധനം ഞങ്ങളുടെ പക്കലുണ്ട്. നിവേദനത്തിൽ ഇപ്രകാരം പറയുന്നു, ഞങ്ങളുടെ ഗോത്രത്തിൽ താമസിച്ചാലും ഞങ്ങൾ എണ്ണത്തിലധികമാണ്, ഞങ്ങളുടെ പക്കൽ ആയുധങ്ങളുമുണ്ട്, കൂടാതെ ഞങ്ങളുടെ പക്കൽ തോട്ടങ്ങളും ജീവിക്കാൻ ആവശ്യമായ വസ്തുക്കളുമുണ്ട്. അതായത് ഞങ്ങൾ സംരക്ഷിക്കുന്നതാണ്, ഞങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെട്ടതുമാണ്. പിന്നീട് അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഇനി വല്ലവരും ഭയന്ന് അറബികളുടെ ഭീഷണിയിൽ അകപ്പെട്ട് ഈ പ്രദേശത്ത് വന്നാൽ അവർ ഞങ്ങളുടെ അടുക്കലാണ് അഭയം തേടുക. അവിടുന്ന് അവരുടെ കാര്യങ്ങളെല്ലാം കേട്ടു, അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിച്ചു, പറഞ്ഞു, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശരിയാണ്. പറഞ്ഞു, ഒട്ടകത്തിന് വഴി നൽകുക, കാരണം അതിനെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് എവിടേക്ക് പോവുകയും നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നതാണ്. മറ്റൊരു നിവേദനത്തിലെ വാക്കുകാരമാണ്, അവിടുന്ന് പറഞ്ഞു, ഈ ഒട്ടകം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, അതിനാൽ അതിന് വഴി നൽകുക. അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഏതൊന്നാണ് സമർപ്പിച്ചത്, അതിൽ അള്ളാഹു നിങ്ങളുടെ മേൽ അനുഗ്രഹം നൽകുമാറാകട്ടെ. പിന്നീട് ഒട്ടകം അവിടുന്ന് നടന്നു തുടങ്ങി. മിസറിൽ ലഭിച്ച വിജയത്തെക്കുറിച്ച് സീറു സഹാബയുടെ ഗ്രന്ഥകർത്താവ് എഴുതുന്നു, ഫാറൂഖി ഖിലാഫത്തിന് മിസ്രിൽ വിജയം ലഭിക്കാൻ സമയം നേരിട്ടു. ഹസ്രത്ത് അംർ ബിൻ ആസ് ഹസ്രത്ത് ഉമറിന് കൂടുതൽ സഹായത്തിനായി എഴുതി. ഹസ്രത്ത് ഉമർ 4000 സൈനികരെ അയച്ചു. അതിലെ 1000 സൈനികരുടെ നേതാവ് ഹസ്രത്ത് ഉബാദ്. അതിന് മറുപടിയായിക്കൊണ്ട് എഴുതി, ഇവരുടെ നേതാക്കളിലെ ഓരോരുത്തരും 1000 ആളുകൾക്ക് തുല്യരാണ്. ഈ സഹായം മിസറിൽ എത്തിയപ്പോൾ ഹസ്രത്ത് അംർ ബിൻ ആസ് എല്ലാ സേനയെയും ഒരുമിച്ച് കൂട്ടി അവരോട് ആവേശഭരിതനായിക്കൊണ്ട് സംസാരിച്ചു. അത് ഉബാദയെ വിളിച്ചു പറഞ്ഞു, അങ്ങയുടെ കുന്തം എനിക്ക് നൽകിയാലും. എന്നിട്ട് അംർ ബിൻ ആസ് സ്വയം തന്റെ തലപ്പാവ് അഴിച്ചു, എന്നിട്ട് ആ കുന്തത്തിന് കുത്തി നിർത്തി അദ്ദേഹത്തെ നൽകി. ഇത് സൈനാധിപന്റെ പതാകയാണ്, ഇന്ന് താങ്കളാണ് സൈനാധിപൻ. അള്ളാഹുവിന്റെ മഹത്വത്താൽ ആദ്യ ആക്രമണത്തിൽ തന്നെ ആ പട്ടണത്തിൽ വിജയം കൈവരിക്കാൻ സാധിച്ചു. ഹസ്രത്ത് അബു ഉബൈദ ബിൻ ജറാഹ് ദമഷ്കിൽ വിജയം നേടിയ ശേഷം ഹമസിൽ വന്നു. അവിടെ ജനങ്ങൾ അദ്ദേഹവുമായി രഞ്ജിപ്പിൽ ഏർപ്പെട്ടു. അതിനുശേഷം ഹസ്രത്ത് ഉബാദ ബിൻ സാമിദ് അൻസാരിയെ അവിടെ മേൽനോട്ടക്കാരനായി നിയമിച്ചു. സ്വയം ഹുമായുടെ ഭാഗത്തേക്ക് നീങ്ങി. ഹസ്രത്ത് ഉബാദ ബിൻ സാമിദ് പിന്നീട് ലാസക്കിയയിലേക്ക് സൈന്യ മുന്നേറ്റം നടത്തി. അത് ഷാമിന്റെ സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ്. അവിടെ താമസിക്കുന്നവർ മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്തു. അവിടെ വലിയൊരു കവാടമുണ്ടായിരുന്നു. അതൊരു വലിയ ജനസമൂഹത്തിന്റെ സഹായം കൂടാതെ തുറക്കുക സാധ്യമായിരുന്നില്ല. ഹസ്രത്ത് ഉബാദ സൈന്യത്തെ വളരെ ദൂരെ കൊണ്ടുപോയി. സൈന്യവും അവരുടെ കുതിരകളും ഒളിച്ചിരിക്കാൻ തക്ക വലുപ്പത്തിൽ കിടങ്ങ് കുഴിക്കാൻ കൽപ്പന നൽകി. വലിയ കിടങ്ങ് കുഴിച്ചു. മുസ്ലിങ്ങൾ കിടങ്ങ് കുഴിക്കുന്നതിനായി വളരെയധികം പരിശ്രമിച്ചു. അങ്ങനെ ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ പകൽ സമയം ഹിംസിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചു. എന്നാൽ രാത്രി അവർ തിരിച്ച് ആ കുഴിയിൽ അവരുടെ കിടങ്ങിന്റെ ഭാഗത്തേക്ക് തിരിച്ചു വന്നു. ലാസിഖയിലെ ആളുകൾ മുസ്ലിങ്ങൾ തിരിച്ചുപോയി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പകൽ അപ്പോൾ അവരുടെ കവാടം തുറന്ന് തങ്ങളുടെ കന്നുകാലികൻ കൊണ്ട് പുറത്തേക്ക് വന്നു. എന്നാൽ മുസ്ലിങ്ങൾ സാവധാനം വെളിപ്പെട്ടു തുടങ്ങി. അവരെ കണ്ട ആളുകൾ ഓടി ഒളിച്ചു. മുസ്ലിങ്ങൾ അവരുടെ മേൽ മുന്നേറ്റം നടത്തി കവാടത്തിലൂടെ പട്ടണത്തിൽ പ്രവേശിച്ചു. അവരുടെ മേൽ വിജയം നേടി. ഹസ്രത്ത്
ഉബാദ കോട്ടയിൽ പ്രവേശിച്ചു. അതിന്റെ മതിലിന്റെ മുകളിൽ കയറി തക്ബീർ മുഴക്കി. ലാസിക്കയിലെ ക്രിസ്ത്യാനികളുടെ ഒരു സംഘം യസീദിലേക്ക് ഓടിപ്പോയി. പിന്നീട് അവർ അഭയം ചോദിച്ചു അവിടെ മണ്ണിലേക്ക് തിരിച്ചു വരുന്നതിനായി. ആദ്യം അവർ ഭയന്ന് ഓടിപ്പോയി. പിന്നീട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അഭയം വേണം, ഞങ്ങൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നികുതി നിശ്ചയിച്ചുകൊണ്ട് ഭൂമി അവർക്ക് വിട്ടു നൽകി. വരുമാനത്തിന്റെ ഒരു ഭാഗം നൽകണമെന്ന നിബന്ധനയിൽ അവരുടെ ഭൂമി അവർക്ക് നൽകി. അവർ ആരാധന നടത്തിയിരുന്ന അവരുടെ ആരാധനാലയം അവർക്ക് വിട്ടു നൽകി. അതും അവരെ തിരികെ ഏൽപ്പിച്ചു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ആരാധന നടത്തിക്കൊള്ളുക. മുസ്ലിങ്ങൾ ഹദ്റത്ത് ഉബാദയുടെ കൽപ്പന പ്രകാരം ലാസഖിയയിൽ ഒരു പള്ളി നിർമ്മിച്ചു. പിന്നീട് അതിനെ വിപുലീകരിച്ചു. ഹദ്റത്ത് ഉബാദയും മുസ്ലിങ്ങളും സമീപ തീരത്ത് എത്തി ബദൽദ എന്ന മറ്റൊരു പട്ടണത്തിന്റെ മേൽ വിജയം നേടി. അതും ജബ്ല കോട്ടയിൽ നിന്ന് 2 ഫസക് അഥവാ 6 മൈൽ ദൂരത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. ഹദ്റത്ത് ഉബാദയും ത്തിന്റെ സഹചാരികളായ മുസ്ലിങ്ങളും പിന്നെയും വിജയങ്ങൾ കരസ്ഥമാക്കിയിരുന്നു. ഷാമിലെ അന്തർതസ്തോസ് വിജയിച്ചടക്കിയത് സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമായിരുന്നു. അതുപോലെ തന്നെ ഷാമിലെ ഒരു പ്രദേശമായ ലാസ്ഖിയ, ജബ്ല, അന്തർതോസ് ഹദ്റത്ത് ഉബാദ ബിൻ സാമിദത്തിന്റെ കരങ്ങളാൽ വിജയിയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹദ്റത്ത് ഉബാദയെ ചില സദക്കകളുടെ മേൽനോട്ടക്കാരനാക്കി. അദ്ദേഹത്തെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. അന്ത്യനാൾ ഒട്ടകത്തെയും ചുമന്നുകൊണ്ട് വരുമ്പോൾ അത് കരയുകയോ അല്ലെങ്കിൽ പശുവിനെ ചുമന്നു വരുമ്പോൾ അത് കരയുകയോ അല്ലെങ്കിൽ ആടിനെ ചുമന്നു വരുമ്പോൾ അത് കരയുകയോ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. അതായത് വഞ്ചന കാണിക്കരുത്. സദക്ക ശരിയായ വിധം സംരക്ഷിക്കാത്ത സാഹചര്യം ഉണ്ടാകരുത്. അക്കാലത്ത് സദക്കകൾ നൽകിയിരുന്നത് ഒട്ടകത്തെയും പശുവിനെയും ആടിനെയും മറ്റുമാണ്. സകാത്ത്, സദക്ക എന്നിവയ്ക്കായി ഈ മൃഗങ്ങൾ നൽകപ്പെടുമ്പോൾ അതിനെയെല്ലാം ശരിയായ രീതിയിൽ വിതരണം ചെയ്യുന്നില്ല അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട കടമ നിറവേറ്റുന്നില്ല എങ്കിൽ പിന്നെ അത് അന്ത്യനാളിൽ ഭാരമായി മാറുന്നു. ഇത് കേട്ട് ഹദ്റത്ത് ഉബാദ ബിൻ സാമിത്ത് പറഞ്ഞു, ആരാണ് അങ്ങയെ സത്യത്തോടെ അയച്ചത്? ആ അസ്തിത്വത്തെ കൊണ്ട് സത്യം, ഞാൻ 2 ആളുകളുടെ പോലും മേൽനോട്ടക്കാരൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ അവസ്ഥ എന്നത് ആരുടെയും ഭാരം സഹിക്കാൻ കഴിവില്ലാത്തതാണ്. അതുകൊണ്ട് എന്നെ നിയമിതിരിക്കലാണ് ഉത്തമം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അൻസാറുകളിൽ നിന്ന് 5 ആളുകളാണ് വിശുദ്ധ ഖുർആൻ സമാഹരിച്ചത്. അവരുടെ പേരുകൾ ഇപ്രകാരമാണ്: ഹദ്റത്ത് മആദ് ബിൻ ജബൽ, ഹദ്റത്ത് ഉബാദ ബിൻ സാബിദ്, ഹദ്റത്ത് അബി ബിൻ കഅബ്, ഹദ്റത്ത് അബു അയ്യൂബ് സാരി, ഹദ്റത്ത് അബു ദർദ. ഹദ്റത്ത് യസീദ് ബിൻ സുഫിയാൻ ഷാമിൽ വിജയം നേടിയതിനു ശേഷം ഹദ്റത്ത് ഉമറിന് എഴുതി, ഷാം വാസികളെ ഖുർആൻ പഠിപ്പിക്കാനും ദീനിന്റെ അറിവ് നൽകുന്നതിനും ഈ മുഅല്ലിമിനെ ആവശ്യമുണ്ട്. അപ്പോൾ ഹദ്റത്ത് ഉമർ ഹദ്റത്ത് മആദിനെയും ഹദ്റത്ത് ഉബാദയെയും ഹദ്റത്ത് അബു ദർദയെയും അയച്ചു. ഹദ്റത്ത് ഉബാദ ഫലസ്തീനിൽ താമസിച്ചു. ജനാദ നിവേദനം ചെയ്യുന്നു, ഞാൻ ഹദ്റത്ത് ഉബാദയുടെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം അള്ളാഹുവിന്റെ ദീനെ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് ബോധ്യമായി. അതായത് അദ്ദേഹം വളരെ അറിവുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ മുസ്ലിങ്ങൾ ഷാമിൽ വിജയം നേടിയപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കുവാനും ദീനിന്റെ അറിവ് നൽകുന്നതിനും വേണ്ടി ഹദ്റത്ത് ഉമർ ഹദ്റത്ത് ഉബാദയെ ഹദ്റത്ത് മആദ് ബിൻ ജബൽ ഹദ്റത്ത് അബു ദർദ എന്നിവരോടൊപ്പം ഷാമിലേക്ക് അയച്ചു. ഹദ്റത്ത് ഉബാദ ഹിംസിൽ താമസിച്ചു. ഹദ്റത്ത് അബു ദർദ ദമഷ്കിലും ഹദ്റത്ത് മആദ് ഫലസ്തീനിലും താമസിച്ചു. പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം ഹദ്റത്ത് ഉബാദ ഫലസ്തീനിലേക്ക് പോയി. അവിടെ അമീർ മുആവിയയുമായി ഒരു കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി, എതിർപ്പുണ്ടായി. അത് ഹദ്റത്ത് ഉബാദക്ക് തീരെ ഇഷ്ടമായില്ല. അതായത് ദീനിന്റെ ചില കാര്യത്തിൽ ഭിന്നതയുണ്ടായി. അമീർ മുആവിയ അനാദരവോടെ അവിടെ സംസാരിച്ചു. ഹദ്റത്ത് ഉബാദ പറഞ്ഞു, എനിക്ക് താങ്കളോടൊപ്പം ഈ ഭൂമിയിൽ കഴിയാൻ പ്രയാസമുണ്ട്. അങ്ങനെ മദീനയിലേക്ക് തിരിച്ചുപോയി. ഹദ്റത്ത് ഉമർ ചോദിച്ചു, എന്ത് കാര്യമാണ് താങ്കൾ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവന്നത്? ഹദ്റത്ത് ഉബാദ ഹദ്റത്ത് ഉമറിനോട് എല്ലാ സംഭവങ്ങളും വിവരിച്ചു. അത്തരത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. എന്തായാലും അഭിപ്രായ ഭിന്നത കൊണ്ട് അദ്ദേഹം വന്നു. അതിൽ ഹദ്റത്ത് ഉമർ റളിയല്ലാഹു പറഞ്ഞു, താങ്കൾ തിരിച്ചു പോകണം. അള്ളാഹു ആ ഭൂമിയെ നശിപ്പിക്കുന്നതാണ്.
ഏതൊന്നിലാണ് താങ്കളോ താങ്കളെ പോലെയുള്ളവരോ ഇല്ലാത്തത്? അതായത് പാണ്ഡിത്യമുള്ളവർ, ദീനിന്റെ അറിവുള്ളവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാല സഹാബാക്കൾ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ആ ഭൂമിയുടെ നിർഭാഗ്യതയാണ്. അതുകൊണ്ട് താങ്കൾ തീർച്ചയായും തിരിച്ചു പോകേണ്ടതാണ്. ആമിർ മുആവിയയ്ക്ക് ഈ നിർദ്ദേശം എഴുതി അയച്ചു. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ, അതായത് ഹസ്രത്ത് ഉബാദയുടെ മേൽ യാതൊരു അധികാരവുമില്ല. ചില നടപടിക്രമങ്ങൾ അദ്ദേഹം വിവരിക്കുന്നതായാൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയുന്നതാണെങ്കിൽ അത് കേൾക്കുക. ഏതെന്നാണ് പറയുന്നത് അത് ശരിയാണ് പറയുന്നത്. ഹസ്രത്ത് ഉബാദയെക്കുറിച്ച് വീണ്ടും വിശദീകരണങ്ങളുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നിവേദനങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ വിവരിക്കുന്നതാണ്. കാരണം അത് നീണ്ട ഒരു വിവരണമാണ്, അധിക സമയം വേണ്ടി വരുന്നതാണ്. ഇനി ഞാൻ ഒരു മർഹൂമിനെ കുറിച്ച് പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ ജനാസ ഞാനിപ്പോ നിർവഹിക്കുന്നതാണ്. ജനാസ ഹാജറാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട താഹിർ ആരിഫ് സാഹിബ് 26 ആഗസ്റ്റിന് വലിയ ക്ഷമയോടുകൂടിയുള്ള ഒരു രോഗത്തിന് ശേഷം UK-യിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ക്യാൻസറിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ ക്ഷമയോടുകൂടി ഈ ഒരു പ്രയാസത്തെ അദ്ദേഹം സഹിച്ചു. ഇദ്ദേഹം മുമ്പ് സർക്കാർ ഓഫീസറായിരുന്നു. വലിയ റാങ്കിലുള്ള ഓഫീസറായിരുന്നു. റിട്ടയർഡായി. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സദർ ഫസൽ ഉമർ ഫൗണ്ടേഷനായി നിയമിച്ചു. ഇതിനർത്ഥത്തിൽ ഇപ്പോൾ അദ്ദേഹം സദർ ഫസൽ ഉമർ ഫൗണ്ടേഷനായിരുന്നു. അങ്ങനെ ദീന്റെ സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. ബഹുമാന താഹിർ ആരിഫ് സാഹിബ് 13 ഫെബ്രുവരി 1952 ജനിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബം സിയാൽകോട്ടുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ പിന്നീട് അവിടുന്ന് മാറി സർഗോദയിൽ വന്ന് താമസിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട താഹിർ ആരിഫ് സാഹിബിന്റെ പിതാവ് മുബല്ലി സിൽസിലയായിരുന്നു മുക്കറം ചൌധരി മുഹമ്മദ് യാർ ആരിഫ് സാഹിബ്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ മുബല്ലിഗായി സേവനമനുഷ്ഠിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഇദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് യാർ ആരിഫ് സാഹിബ് നായിബ് ഇമാം മസ്ജിദ് ലണ്ടനുമായിരുന്നു. അതുപോലെ റബുവയിൽ നായിബ് വക്കീൽ അൽ തബ്ഷീർ തഹരീദുമായിരുന്നു. അതുപോലെ മൗലാന മുഹമ്മദ് യാർ ആരിഫ് സാഹിബ് അദ്ദേഹം ജമാഅത്തിന്റെ വലിയ പണ്ഡിതന്മാരിൽ എണ്ണപ്പെട്ടിരുന്നു. 23 മാർച്ച് 1940 നടന്ന ജലസയിൽ അതിൽ പാകിസ്ഥാൻ റിവല്യൂഷൻ എന്നുള്ള അനുവാദം ലഭിച്ചിരുന്നു. അതിൽ ഹസ്രത്ത് മൗലാന അബ്ദുൽ റഹീം നിയ്യറിനോടൊപ്പം ജമാഅത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ മുഹമ്മദ് ആരിഫ് സാഹിബിന് പങ്കെടുക്കാൻ സാധിച്ചു. അദ്ദേഹം താഹിർ ആരിഫ് സാഹിബിന്റെ പിതാവായിരുന്നു. എന്തായിരുന്നാലും ഇതൊരു ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള സംഭവമാണ്. താഹിർ ആരിഫ് സാഹിബിന്റെ മാതാവ് ബഹുമാനപ്പെട്ട ഇനായത്ത് സുരയ്യ ബേഗം സാഹിബായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാമഹൻ ഹസ്രത്ത് ചൌധരി ഗുലാം ഹുസൈൻ ഭട്ടി സാഹിബ് ഹസ്രത്ത് മസീമുദ് അലൈഹി ഇസ്ലാമിന്റെ സഹാബിയായിരുന്നു. താഹിർ ആരിഫ് സാഹിബ് വലിയ പാണ്ഡിതനും ഇൽമ കരസ്ഥമാക്കുന്നതിനുള്ള താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. വളരെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനായിരുന്നു, ഒരു കവിയും കൂടിയായിരുന്നു. ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 2 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധമാണ്. ഒന്ന് ഉറുദുവിലും മറ്റൊന്ന് പഞ്ചാബിലുമാണുള്ളത്. അതുകൂടാതെ 2 പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ നല്ല 2 പുസ്തകങ്ങളാണ്. ഒന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇംഗ്ലീഷിലാണ് അദ്ദേഹം ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഗ്രന്ഥം അത് പാകിസ്ഥാനെ കുറിച്ചാണ്, പാകിസ്ഥാൻ പഠിയായി. ഇത് ഇദ്ദേഹത്തിന്റെ 2ാമത്തെ ഗ്രന്ഥമാണ്. ഇദ്ദേഹം പഞ്ചാബി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA എക്കണോമിക്സ് കരസ്ഥമാക്കിയ ശേഷം LLB-യുടെ ഡിഗ്രി കരസ്ഥമാക്കി. പിന്നീട് ഉന്നത പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് LLM-ന്റെ ഡിഗ്രി കരസ്ഥമാക്കി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാർക്ക് ഓഫ് മെറിറ്റിന്റെ പദവിയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ലണ്ടനിൽ നിന്ന് വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ ശേഷം പാകിസ്ഥാനിലേക്ക് തിരിച്ചു വന്നു. അവിടെ CSS-ന്റെ പരീക്ഷ പാസ്സായി. സർവീസസ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടു. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പടിപടിയായി പുരോഗതി ലഭിച്ച് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് IG വരെയുള്ള സ്ഥാനം കരസ്ഥമാക്കി. ആ അവസ്ഥയിലും
അതായത് പാകിസ്ഥാനിൽ നമ്മുടെ എതിർത്ത നിയമങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി ഈ ഒരു പദവി വരെ എത്തുക എന്ന് തീർച്ചയായും അദ്ദേഹത്തിന്റെ അസാധാരണമായിട്ടുള്ള കഴിവുകളെയാണ് തെളിയിക്കുന്നത്. പാകിസ്ഥാൻ കൂടാതെ FIA ഇമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോയിലും അദ്ദേഹം നിയമിതനായിരുന്നു. അദ്ദേഹം വിദ്യാഭ്യാസത്തിനായി ഇംഗ്ലണ്ടിൽ വന്നപ്പോൾ ഹസ്രത്ത് ഖലീഫത്ത് മസീഹ് റാബി റഹ്മത്തുള്ളാഹിയുടെ നിർദ്ദേശപ്രകാരം ചൗധരി റഷീദ് സാഹിബ് കുട്ടികൾക്ക് വേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതുന്നുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. ആ ഗ്രന്ഥങ്ങൾ എഴുതുന്നതിലും അതിനുവേണ്ടി സഹായ സഹകരണം ചെയ്യുന്നതിനും അദ്ദേഹത്തിന് തൗഫീക്ക് ലഭിച്ചിരുന്നു. വലിയ ഉന്നതമായിട്ടുള്ള സേവനമാണ് അദ്ദേഹം ചെയ്തത്. ഒരുപാട് സമയം അദ്ദേഹം അതിനുവേണ്ടി ചെലവഴിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിന് വലിയ താല്പര്യം കാണിച്ചിരുന്നു. ഏതെങ്കിലും എല്ലാം ഗ്രന്ഥങ്ങൾ എപ്പോഴും അദ്ദേഹം വായിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് വായിക്കുക മാത്രമല്ല ചെയ്തത്, കൃത്യമായി നോട്ട്സ് തയ്യാറാക്കിയിരുന്നു ആ ഗ്രന്ഥങ്ങളുടെ. പിന്നീട് തന്റെ സുഹൃത്തുക്കളുമായി ആ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കിട്ടിരുന്നു. വളരെ കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യുകയും അതിൽ ചിന്തിക്കുകയും ചെയ്തിരുന്നു. തന്റെ ബന്ധുക്കളിൽപ്പെട്ടവരല്ല, മറിച്ച് മറ്റൊരാൾ എഴുതുന്നു, എനിക്ക് മനസ്സിലായത് ഒരിക്കൽ സംസാരവേളയിൽ ഇങ്ങനെ അതായത് എനിക്ക് മനസ്സിലായി അദ്ദേഹം വളരെ കൃത്യമായി തഹജ്ജുദ് സമയത്ത് എഴുന്നേൽക്കുകയും തഹജ്ജുദ് നമസ്കരിക്കുകയും ചെയ്യുന്ന ആളാണ്. പാകിസ്ഥാനിൽ ജോലി ചെയ്തിരുന്ന സന്ദർഭത്തിൽ എവിടെയാണ് താമസിച്ചിരുന്നത് അപ്പോഴും എപ്പോഴും ജമാഅത്തിന്റെ സേവനങ്ങൾക്ക് വേണ്ടി തയ്യാറായിരുന്നു. വലിയ ധൈര്യവാനായ മനുഷ്യനായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ പറഞ്ഞതുപോലെ വലിയ വിശാലമായ ഒരു വായനയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധിവൈഭവവും ഉന്നതമായിരുന്നു. അതുകൊണ്ട് ദീനിന്റെ അറിവും അതുതന്നെ ഭൗതികമായ അറിവും ആ ഒരു അടിസ്ഥാനത്തിലും അദ്ദേഹം തന്റെ ഈ വായന അതിനെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ജമാഅത്തിലും വലിയ നല്ല നിലയിൽ ചില കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അത് നല്ല ഉത്തമമായ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. ഖിലാഫത്ത് അഹമ്മദിയോട് വലിയ ആത്മാർത്ഥ പുലർത്തിയ വ്യക്തിയായിരുന്നു. ആത്മാർത്ഥവും അതുപോലെ ധൈര്യവാനുമായ ഒരു അഹമ്മദിയായിരുന്നു. മുഴുവൻ ജീവിതത്തിൽ അദ്ദേഹം പരിശ്രമിച്ചിരുന്നത് ഖിലാഫത്ത് അഹമ്മദിയയുടെ സുൽത്താൻ നസീറായി തീരുക എന്നതായിരുന്നു. വളരെ ആത്മാർത്ഥതയോടുകൂടി ജമാഅത്തിനെ സേവിക്കുകയും അത്തരത്തിലുള്ള ജീവിതം കഴിച്ചുകൂട്ടുകയും ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു ശ്രമത്തിൽ അദ്ദേഹത്തിന് വിജയം അള്ളാഹു നൽകിയുണ്ടായി. എന്റെ സഹപാഠിയായിരുന്നു. കുട്ടിക്കാലത്തും കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലും എനിക്കറിയാം അദ്ദേഹത്തിന്റെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് അറിവ് കരസ്ഥമാക്കുന്ന താല്പര്യം വളരെ ഉന്നതമായിരുന്നു. അദ്ദേഹം ഡിബേറ്റിലും പങ്കെടുത്തു. കോളേജിലുള്ള ഡിബേറ്റുകളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. നല്ല പ്രാസംഗികയായിരുന്നു. ആ സമയത്തും അദ്ദേഹത്തിന്റെ ദീനിയായിട്ടുള്ള ഞാൻ കണ്ടിരുന്നത് വളരെ ഉന്നതമായിരുന്നു. ഇതും വിവരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ജമാഅത്തിന്റെ സേവകൻ വഖഫ് സിന്ദഗിയോട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബഹുമാനവും സ്നേഹത്തിന്റെ വികാരവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ഇതുകൂടാതെ അഹമ്മദി സുഹൃത്തുക്കൾക്ക് അനുവദനീയമായിട്ടുള്ള സഹായം എല്ലാ സമയത്തും നൽകുന്നതിന് തയ്യാറായിരുന്നു. വലിയ ഉന്നത പദവിയിൽ അദ്ദേഹം നിയമിതനായിരുന്നു. അതുകൊണ്ട് തന്റെ അഹമ്മദി സഹോദരങ്ങൾക്ക് അനുവദനീയമായ സഹായം ലഭിക്കുന്നതിന് വേണ്ടി മുഴുവൻ കഴിവും അദ്ദേഹം ചെലവഴിച്ചിരുന്നു. ഫസലെ ഉമർ ഫൗണ്ടേഷനിൽ അദ്ദേഹത്തിന്റെ സേവനം ആരംഭിക്കുന്നത് 2014 മുതലാണ്. ആ സമയത്ത് അതിന്റെ ഡയറക്ടർ ഫസലെ ഉമർ ഫൗണ്ടേഷനായി നിയമിച്ചു. 2017 ചൌധരി ഹമീദ് സഫറുല്ല ഖാനിന്റെ വഫാത്ത് സംഭവിച്ച ശേഷം ആ സമയത്ത് സദർ ഫസൽ ഉമർ ഫൗണ്ടേഷനായിരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തെ ഞാൻ സദർ ഫസൽ ഉമർ ഫൗണ്ടേഷനായി നിയമിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ വഫാത്ത് വരെ ഈ സദർ അൽ ഉമർ ഫൗണ്ടേഷൻ ആയി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. വഫാത്ത് വരെ, അതായത് ഏതുവരെ ഇംഗ്ലണ്ടിൽ ചികിത്സയ്ക്കായി വരുന്നതിന് 3-4 മാസം മുമ്പ് വരെ വളരെ കഠിനാധ്വാനത്തോടുകൂടി ഫസൽ ഉമർ ഫൗണ്ടേഷന്റെ ജോലികൾ അദ്ദേഹം നിർവഹിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ യോഗങ്ങളിലും കൃത്യമായി വരികയും താല്പര്യം കാണിക്കുകയും ചെയ്തു. വളരെയധികം വിശാലത ഉണ്ടാക്കിയിരുന്നു. ആ സമയത്തും ആ ജോലികളിൽ അത് കാണാമായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഭാര്യ അനീസ താഹിർ സാഹിബ, മകൻ അസ്ഫന്തിയാർ ആരിഫ്, ഓർ 3 പെൺമക്കൾ തൊയ്യബ, ആരിഫ്, അസീസ, ഔജ്.
ബിന താഹിർ ആരിഫ്. പെൺകുട്ടികളിൽ 2 പേരുടെ വിവാഹം നടന്നു. ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയും വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൾ തയ്യബ ആരിഫ് താഹിർ എഴുതുന്നു, ഞങ്ങളുടെ പിതാവ് ബഹുമാനപ്പെട്ട താഹിർ ആരിഫ് സാഹിബ് മർഹൂം അള്ളാഹുവിനെ ഭൗതികമായ അനുഗ്രഹങ്ങൾ അളവറ്റമായി നൽകിക്കൊണ്ടായി എപ്പോഴും അഹമ്മദിയത്തിന്റെ വ്യക്തിത്വത്തെ വളരെ ആവേശത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും നിലനിർത്തി അങ്ങേയറ്റം വിശ്വസ്തനായ ഒരു ഓഫീസറായിരുന്നു. അള്ളാഹു ദീനിന് മുൻതൂക്കം നൽകുകയും അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്ന വളരെ ധൈര്യവാനായ മനുഷ്യനായിരുന്നു. കവിയായിരുന്നു, എഴുത്തുകാരനായിരുന്നു, ഉന്നതമായിട്ടുള്ള ഒരു രചയിതാവായിരുന്നു, ടീച്ചറായിരുന്നു, ദീനി അറിവിന്റെ ഒരു ചിത്രമായിരുന്നു. ഒരു ഉത്തരവാദിത്തമുള്ള ഭർത്താവും വാത്സല്യമുള്ള പിതാവും അതുപോലെ തന്നെ എല്ലാവരെക്കാൾ കൂടുതലായി അള്ളാഹുവിന്റെ റസൂലിനോടും ഉള്ള സ്നേഹത്തിൽ മുഴുകുകയും ചെയ്തു. പറയുന്നു, ഞങ്ങളുടെ മാതാവ് പറയാറുണ്ട്, അദ്ദേഹം എപ്പോഴും നീയത്ത് ഇഷ്ടപ്പെടുകയും എളിമയും വിനയവും കൈക്കൊള്ളുകയും ചെയ്തു. യാതൊരു വ്യത്യാസവും കൂടാതെ ചെറിയവരോടും വലിയവരോടും ദരിദ്രരോടും സമ്പന്നരോടും അദ്ദേഹം തന്റെ സ്ഥാനമനുസരിച്ച് പെരുമാറിയിരുന്നു. ചില ബന്ധുക്കളും അതുപോലെ തന്നെ വികാരങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി എനിക്കും അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് എന്തെന്നാണ് എഴുതിയത് അതെല്ലാം തന്നെ അത് സത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സംഭവങ്ങളാണ്. മുബാറക് സിദ്ദീഖി സാഹിബ് എഴുതുന്നു, മർഹൂം താഹിർ ആരിഫ് സാഹിബിന്റെ പ്രകൃതം എന്നത് വിനയവും എളിമയും ഉള്ളായിരുന്നു. ഖലീഫയെ വക്തുമായി അങ്ങേയറ്റം ആത്മാർത്ഥതയും അനുസരണത്തിന്റെ ബന്ധമാണ് ഉണ്ടായിരുന്നത്. വളരെ ഉന്നതമായിട്ടുള്ള ഒരു എഴുത്തുകാരനും അതുപോലെ തന്നെ കവിയുമായിരുന്നു. അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു ഇഷ്ടപ്പെട്ട കവിത കേൾപ്പിക്കാൻ പറയുകയുണ്ടായി. അദ്ദേഹം തന്റെ ഖിലാഫത്തുമായുള്ള ബന്ധം സംബന്ധിച്ച് തന്റെ ഒരു ഷെയർ കേൾപ്പിക്കുകയുണ്ടായി. आका तेरा गुलाम तेरे पास हो कभी कदमों में लौट जाए बदन घास हो कभी. പറയുന്നു, ഒരു ദിവസം സൗഹൃദപരമായ ഒരു മീറ്റിംഗ് ഉണ്ടായി. താഹിർ സാഹിബ് അല്ലാഹു എല്ലാ അഹമ്മദികൾക്കും ഏതെങ്കിലും എല്ലാ രീതിയിൽ തങ്ങളുടെ അനുഗ്രഹം നൽകിയിരിക്കുന്നു. താങ്കൾക്ക് പോലീസിൽ ഒരു ഉന്നതമായിട്ടുള്ള ഓഫീസിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്നു. പറഞ്ഞു, അതിനേക്കാൾ എത്രയോ ഉന്നതമാണ് എനിക്ക് ഒരു അഹമ്മദിയാകുവാനുള്ള അവസരം നൽകിയത്. എന്നിട്ട് അതിനുള്ള തെളിവ് അദ്ദേഹം നൽകി. ഞാനുമായി, അതായത് കാലത്തിന്റെ ഖലീഫയുടെ ക്ലാസ് ഫെല്ലോ ആയിരുന്നു. അതോടൊപ്പം എനിക്ക് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആദരവാണ്. അതോടൊപ്പം തന്നെ എന്റെ പിതാവ് മുഹത്തറം മൗലാന മുഹമ്മദ് ആരിഫ് സാഹിബ് വിദ്യാഭ്യാസ സംബന്ധമായി എനിക്ക് റബുവിലേക്ക് എന്നെ അയച്ചു, കോളേജിലേക്ക് അയച്ചു. ആ സമയത്ത് കോളേജിൽ ഞങ്ങളുടെ നാഷണലൈസ് ആയിരുന്നു. അതിനെ കുറച്ചു ശേഷം അവിടെ ഹോസ്റ്റലിൽ താമസിക്കുവാൻ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ നോട് അപേക്ഷിക്കുകയുണ്ടായി. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് മൗലാന മുഹമ്മദ് ആരിഫ് സാഹിബിനുമായി വലിയ ഉന്നതമായ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദാറുൽ സിയാഫത്തിൽ താമസിക്കുവാനുള്ള സംവിധാനം ഒരുക്കി. അവിടെ താമസിച്ചുകൊണ്ട് പഠനം പൂർത്തിയാക്കുന്ന തൗഫീക്ക് ലഭിച്ചു. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പ്രയാസകരമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ തമാശയും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴാണ് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി എന്നെ നാസറിയാലിയെ നിയമിച്ചത്, അപ്പോൾ അദ്ദേഹത്തുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ പ്രത്യേകമായിട്ടുള്ള ബഹുമാനവും ആദരവും ബന്ധം ഉണ്ടാകാൻ തുടങ്ങി. അതുപോലെ തന്നെ ഖിലാഫത്തിന് വളരെ ആത്മാർത്ഥവും അതുപോലെ കൂറുമായുള്ള ബന്ധം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ ഉന്നതമായിട്ടുള്ള ഒരു ബന്ധമാണ് ഉണ്ടായത്. അള്ളാഹു അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തോടു കൂടിയും റഹ്മത്തോടു കൂടിയും ബന്ധമുണ്ടാകട്ടെ. അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും ഒരു പരിപൂർണമായ ആത്മാർത്ഥയോടൊപ്പം ഖിലാഫത്തിനോടും അതുപോലെ ജമാഅത്തുമായി ബന്ധം പുലർത്തിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ബന്ധുക്കളും ഒക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വലിയ വിനയവും അതുപോലെ എളിമയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അറിവുള്ള വ്യക്തിയായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. ഞാൻ നമസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിന് ജനാസ നമസ്കാരം നിർവഹിക്കുന്നതാണ്. ജനാസ നമസ്കാരം ഇവിടെ ഉണ്ട്. നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ പുറത്തേക്ക് പോകുന്നതാണ് നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി. ആളുകൾ ഇവിടെ തന്നെ സഫുകൾ ശരിയാക്കി നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകുക.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.